അലക്സ് ഡെവോർ സബ്സ്ക്രൈബ്. എന്തോ പ്രശ്നം ഉണ്ടോ അവിടെ? ഹെഡ്ഫോൺ വെച്ചോ കൂടെ. ദൈവമേ, അടുത്ത ടി വി ആണോ? മാത്രമേ ഉള്ളൂ. അവൻ കേറിയ ഗ്യാഗല്ല രണ്ടായതാന്നല്ലേ പറയുന്നത്. പോവാ ഒന്ന് പറഞ്ഞോട്ടെ ബ്രാവോ, ഒരു സെക്കൻഡ്. ഞാൻ കമന്റ് ഒന്നും നോക്കുന്നില്ല, ഞാൻ ഇരുന്ന് പറയാ. പിന്നെ നിങ്ങൾ കുറച്ചുപേര് പറയുന്നുണ്ട് ഫെയിം നോക്കിപ്പോയി. ഇത്രയും പേര് ഇപ്പൊ എന്നെ ഇരുന്ന് തെറി വിളിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ അറിയാന്നുണ്ടോ? എനിക്ക് ഇവിടുന്ന് ഫെയിം കിട്ടിയതൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെയല്ലേ ഇത്രയും പേര് ഇരുന്ന് തെറി വിളിക്കുന്നത് തന്നെ. അതിനൊന്നും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഫെയിം പൈസ നോക്കിപ്പോയി. എടാ, എൻ്റെ അടുത്ത് ഓൾറെഡി അവിടെ നിന്ന് ഒരു പി സിയുടെ കാര്യം പറഞ്ഞു. അത് ഷെയ്ക്കും ഇന്നലെ ലൈവിൽ പറഞ്ഞു പി സിയുടെ കാര്യം. പി സി കിട്ടുമെന്ന് ഇത്ര ഉറപ്പുള്ള ഗ്യാങ്ങിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ട ആവശ്യം എന്താ? ഫെയിം പൈസക്ക് വേണ്ടിയാണെങ്കിൽ ഇറങ്ങേണ്ട ഒരാവശ്യമില്ല എനിക്ക്. നിങ്ങളത് ആലോചിച്ച് നോക്ക്. ഫെയിമിനും പൈസയ്ക്കും വേണ്ടി മാത്രമൊന്നുമല്ല ഇറങ്ങുന്നത്. ഇത്രയും ഗ്രൈൻഡ് ചെയ്തിട്ട് എനിക്ക് ഇനിയും അങ്ങനെ ഒരു സ്പ്ലിറ്റിലോട്ടൊന്നും പോകാൻ വയ്യ. ഞാൻ വീസിലോട്ടൊന്നും. ഹലോ, സംസാരിക്കേ. പറഞ്ഞ കുറെയൊക്കെ പറഞ്ഞു കാര്യങ്ങൾ. പറഞ്ഞെല്ലാം പറഞ്ഞു തീർന്നോ? അല്ല, ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് മറ്റേ ഫെയിമിന് വേണ്ടി പോയി. എടാ, ഇവിടെ ഫെയിം ഉണ്ട്. ഫെയിം ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും പേര് ഇപ്പം അറിഞ്ഞ് വന്നിരുന്ന് തെറി വിളിക്കുന്നത്. സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ തെറി വിളിയാണെങ്കിലും ഇത്രയും നാൾ അറിഞ്ഞുകൊണ്ടല്ലേ വിളിക്കുന്നത് നിങ്ങൾ വന്ന്. ഓൾറെഡി പറഞ്ഞു ഷെയ്ക്കും ലൈവിൽ പറഞ്ഞു പി സിയുടെ കാര്യമൊക്കെ. അങ്ങനെ പി സി കിട്ടുമെന്ന് ഇത്ര ഉറപ്പുള്ള ഒരു ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങേണ്ട എന്താ ആവശ്യം എനിക്ക്? അത് മാത്രമാണ് ഞാൻ നോക്കുന്നെങ്കിൽ. വേറെ ഒന്നും ഇല്ല പറയാം. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊന്നും പ്ലേയേഴ്സ് എന്ന രീതിയിൽ എനിക്ക് ഈ വീട്ടിൽ നിന്നുള്ള ഇതും ഇതൊക്കെ ഭയങ്കര ചെറുക്കൻ കാര്യമാണ്. പറയട്ടെ. കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം കറക്റ്റ് അല്ലെങ്കിൽ ഹായ് ഹായ്. വെറുതെയാണ്. നെഗറ്റീവ് വൈബ് ഇരുന്ന് കളിക്കുന്ന ശരിയായി. ഇത്രയും നാൾ അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്നെ. മീൻസ് ലൈവ് ഇടാതെ ഞാൻ ഇഷ്ടംപോലെ മാസം ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തതാണ്. ആ ടൈമിലും വീട്ടിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും എനിക്ക് ഫുള്ള് സപ്പോർട്ടായിരുന്നു. ഹലോ 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 ഹായ്, ഹായ്. എന്താണ് അപ്പാ പരിപാടി? എന്താ ബ്രോ, പുതിയ ആളാണല്ലോ, മനസ്സിലായല്ലോ ആരാ അത്? എന്റെ പേര് ഇറ്റാച്ചി. ഓ ഇറ്റാച്ചി. ഹായ് ബ്രോ, ഹായ്. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. അലക്സ് ലൈവ് ആയിരുന്നു. അപ്പം അവന്റെ കമന്റിൽ മൊത്തം എന്തായിരിക്കും ഊഹിക്കാലോ. അറിയാം. അത് ഇവിടെ വന്നായിരുന്നു കുറച്ചുപേര്. ആണോ? എടാ, ഞാന് ഇപ്പൊ കുറച്ച് കാണുന്നവരോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. അതായത് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് പരിപാടി ശരിയല്ല. ഡബിൾ സ്റ്റാൻഡേർഡ് പരിപാടി ഒട്ടും ശരിയുള്ള കാര്യമല്ല. കാരണം MRCയിൽ ഓരോ പ്ലേയേഴ്സിനെ എടുത്തത് പല ഗ്യാങ്ങിൽ നിന്ന് വിളിച്ചിട്ടാണ് ചെന്നത്. അന്ന് അവരവിടെ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റി എന്ന് പറഞ്ഞ ആൾക്കാർ അവിടുന്ന് ഒരാൾ പോകുന്നതിന് എന്തിനാണ് ഇത്ര ദേഷ്യം? എന്തിനാണ്? എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കറക്റ്റ്. മാലിക്കിനെ KVന്ന് എടുത്തു. അന്ന് പറഞ്ഞ റീസൺ എന്താ പറഞ്ഞേ? അന്നെന്തോ റീസൺ പറഞ്ഞായിരുന്നല്ലോ. അന്നെന്തോ റീസൺ പറഞ്ഞു, എന്താ അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടി, അതുകൊണ്ട് അവർ വന്നു. അതിന് നിങ്ങളിങ്ങനെ എന്താണ് പറയുക, ഹെയ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു സംഭവം പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ക്വാർട്ടറിനെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്തു. അപ്പോഴും
പറഞ്ഞത് സെയിം കാര്യം തന്നല്ലേ? സത്യം. അല്ലേ? ഇപ്പൊ ഇവന് ബെറ്റർ ഓപ്ഷൻ കിട്ടിയപ്പോ നിങ്ങൾക്ക് കടി. ഇവന് വെറുതെ അവനിപ്പം അവിടുന്ന് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ടോ അല്ല ചാടി പിരിച്ച് ഇങ്ങോട്ട് വന്നത്. അവൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു, എടാ ഒരാള് അവനിപ്പോ നിനക്ക് എത്ര വയസ്സുണ്ട് അലക്സ? ഇപ്പം 21 വയസ്സ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ ഇപ്പോഴും ഈ പറയുന്നത് പോലെ അവന്റെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് അവൻ താമസിക്കുന്നത്. അവൻ താമസിക്കുന്നത് അവന്റെ വീട്ടിലാണ്, അല്ലാതെ അവൻ ഒറ്റയ്ക്ക് വീടെടുത്ത് താമസിക്കൊന്നും അല്ല. ഇത് അമേരിക്കയൊന്നും അല്ല, ഇത് ഇന്ത്യയാണ്, കേരളമാണ്. അപ്പൊ അവൻ അവന്റെ വീട്ടുകാരെ കൂടെ നോക്കണം, മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കുക ചെയ്യേണ്ടത്. ഇത്രയൊക്കെ പ്രശ്നം വരുമ്പം ആ ചെറുക്കൻ അവിടെ കളിക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രഷർ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യും? ഇത് ചെറിയ ഇഷ്യൂസ് ഒന്നും അല്ല ഗൈസ്. അത് അവരുടെ വീട്ടിലും നിങ്ങൾക്ക് അറിയാത്തോണ്ട് അവിടെ കളിക്കുന്ന ഓരോരുത്തരുടെ വീട്ടിൽ ഇത് അറിയുമ്പോൾ ഉള്ള ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ ഇവനെ ആയിരിക്കും കുറ്റപ്പെടുത്തുക, അലക്സിനെ ആയിരിക്കും കുറ്റപ്പെടുത്തുക. ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ട് നീ അവിടെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒക്കെ ഇത് വരുമ്പോ അലക്സിന് എന്താ തിരിച്ച് പറയുള്ളത്? വീട്ടുകാരുടെ ഒന്നും പറയാൻ പറ്റില്ല അവന്, മനസ്സിലായേ? നിങ്ങൾ മനസ്സിൽ ആലോചിക്കണം. നിങ്ങൾ ഈ ഹെയ്റ്റ് കൊടുക്കുമ്പോ മറ്റെന്താ പറയാ, ഒരുമാതിരി ഇവൻ എല്ലാരും കൂടെ അങ്ങ് ഓമ്പിച്ചിട്ട് പോയിട്ടുള്ള രീതിയിൽ അങ്ങനെ പറയണത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ MRCയിലാണെങ്കിലും അവന് ഇവന്റെ 100% ഇട്ട് കൊടുത്തിട്ടുള്ളൂ, മനസ്സിലായി? ഇവൻ MRCയിൽ TVക്കെതിരെ കളിച്ചോണ്ടിരുന്നപ്പോഴും ഇവൻ നല്ല രീതിയിൽ, എടാ TVയുടെ പ്രീവാർ തന്നെ ഇവനാണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി എടുത്തത് അവിടെ MRCയുടെ ആയിട്ട് അന്നത്തെ പ്രീവാർ. അപ്പോ നീ ആലോചിച്ച് നോക്കണം, അവരെ ഫുൾ കമ്മിറ്റ്മെന്റോടെ കളിച്ച ഒരു വ്യക്തി, അതായത് എന്നിട്ട് അവന് ഇങ്ങനെ പറയുമ്പോൾ അത് അവനും നല്ല വിഷമം വരും. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇവൻ പറഞ്ഞതുപോലെ തന്നെ ഇവൻ പറയുന്നത് പോലെ അവന് ഫെയിമും പൈസയാ വേണ്ടതെങ്കിൽ അവന് വേറെ എത്ര ഗ്യാങ്ങിന്ന് ഫുൾ PC പറഞ്ഞ ഓഫർ വന്നിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഫുൾ PC കൊടുക്കാന്ന് പറഞ്ഞ ഓഫർ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഇപ്പം ഷെയ്ക്കൊക്കെ ഓൾറെഡി PCക്ക് അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞത് ഷെയ്ക്ക് ലൈവ് പറഞ്ഞിട്ടുണ്ട്. അവനപ്പോൾ അത്രയും നല്ല സംഭവങ്ങൾ ഉണ്ടായിട്ട് അവൻ അതൊന്നും വേണ്ടെന്ന് വെച്ച് മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ റീസൺ ഉണ്ടാവും, തക്കതായ കാരണങ്ങളുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഡയലോഗ് അടിക്കാതിരുന്നാൽ മതി. അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യുമ്പോൾ അത് ശരിയും അത് വേറൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതിനാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. അലക്സ ലൈവിൽ എന്ത് സീനാണോന്ന് ലൈവിൽ ചാറ്റില്? എന്താ എല്ലാരും ഉണ്ട്. ഞാൻ നിന്റെ ചാറ്റ് ഒന്ന് എടുത്ത് നോക്കട്ടെ. വെയിറ്റിംഗ് ഉണ്ടോ? ഞാൻ ഇട്ടരാം. വെയിറ്റ് ലിങ്ക് ഇട്ടരാ ഒരു മിനിറ്റ്. കാര്യമായിട്ടുണ്ട് അതിന്റെ ചാനൽ. എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്തത്. അപ്പാപ്പനെ തെറി വിളിക്കുന്നു. എന്നെ തെറി വിളിക്കുന്നുണ്ട്. അത് അല്ലല്ല ഇത്രയേ ഉള്ളൂ പറയാൻ. എനിക്ക് നിന്റെ ഒന്നും സർട്ടിഫിക്കറ്റിന്റെയോ അല്ലെങ്കിൽ നിന്റെ ഒന്നും ഇതിന്റെ ആവശ്യം എനിക്കില്ല, മനസ്സിലായോ? അതുകൊണ്ടാണ് ഇത് കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത്, മനസ്സിലായോ? അല്ല മറുപടി പറയാൻ അറിയാത്തോണ്ടൊന്നും അല്ല. ഞാനിവിടെ TV വന്ന് എന്തിനാന്നുള്ളത് അവിടെ കേവലുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം, ഇവിടെ ഉള്ളവർക്കും അറിയാം. എനിക്ക് പിന്നെ ഈ രണ്ട് ഗ്യാങ്ങിനെ ബോധ്യപ്പെടുത്താൽ മതി. എനിക്ക് അപ്പുറത്തെ വീട്ടിൽ അതിലൊക്കെ ചേട്ടനെ അവൻ്റെ അമ്മേനെയും അവൻ്റെ പെങ്ങളെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല, മനസ്സിലായോ? അപ്പം സിമ്പിളാണ് വളരെ വിളിക്കണതൊക്കെ കൊള്ളാം. പക്ഷെ ലാസ്റ്റ് ഇത് കിട്ടാൻ പോണത് വേറെ ഗ്യാങ് മെമ്പേഴ്സിനാണ് കിട്ടണത്. അത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഇപ്പോഴേ പറയാം, നിങ്ങൾ ഈ പറഞ്ഞ പോലെ തെറി വിളിച്ചിട്ട് മറ്റേ മാസ് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാല് ഇത് കിട്ടാൻ പോണത് മറ്റേ ബാക്കിയുള്ള പ്ലെയേഴ്സിനാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ കൂടെ നിങ്ങളൊക്കെ മറ്റെന്താ പറയാ, മറ്റേ അണ്ണാന്ന് വിളിച്ച് കിടക്കുന്ന പ്ലെയേഴ്സ് ഉണ്ടാവുമല്ലോ, അവർക്കായിരിക്കും ഇത് കിട്ടുക. ലാസ്റ്റ് പിന്നെ ഇതാവല്ലേ. സമ്മതിക്കണോടാ, ഭയങ്കര ഇവരുടെ ഫാൻ ബേസ് സമ്മതിക്കണം.
കാരണം എന്താണെന്നറിയോ, ഞാൻ വേണ്ട അത് പറഞ്ഞ അടുത്ത ഇല്ല, പക്ഷെ കോൺട്രവേഴ്സി. ഞാൻ എല്ലാരെയും പറയത്തില്ല. അപ്പൊ ഇതിൽ കുറച്ച് പേരൊക്കെ ഇവനെ അതായത് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നവരുണ്ട്. പക്ഷെ ചിലവര് എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇച്ചിരി പോലും അതായത് ഒരു ബ്രെയിൻ ഉപയോഗിക്കാത്ത കുറച്ച് പേരുണ്ടെന്ന് മനസ്സിലായി. 1% ആൾക്കാർ ഇവന്റെ അടുത്ത് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് അതായത് ഇതാക്കി വിടുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർക്കാണ് ഈ പ്രശ്നമൊക്കെ. സത്യം പറഞ്ഞ അലക്സ്, നീ ഇതോർത്തൊന്നും വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ഇതൊക്കെ അങ്ങ് പോകും. ഈ 4 പേര് തെറി വിളിക്കാൻ വരുന്നുള്ളൂ. ബാക്കി 40 പേര് നിന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. മനസ്സിലായ? അല്ല, ഞാൻ ആലോചിക്കുന്നത് അതല്ലേ, മീൻസ് ഇന്നലെ വരെ നല്ല രീതിക്ക് മെസ്സേജ് അയച്ചിട്ട് പെട്ടെന്ന് തെറി മീൻസ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് അറിഞ്ഞൂടാ എനിക്ക്. നിനക്കിത് ആദ്യമായിട്ടല്ലേ, ഇനി പോകെ പോകെ ശീലമായിക്കോളും. ഇതൊക്കെ സ്ഥിരമാടാ. ഇതൊക്കെ നമ്മൾ എത്ര 6 കൊല്ലം നിനക്കിത് ആദ്യമായിട്ടാ മനസ്സിലായി, ആദ്യം ആയതുകൊണ്ടാണ്. ഇത് സ്ഥിരമാ. ഇഗ്നോർ ദ നെഗറ്റീവ് കമന്റ്സ് ആൻഡ് ലവ് ഫ്രം ടിവി. എക്സ്പ്ലെയിൻ ഗെയിമിംഗ്, താങ്ക് യു ഫോർ ദ 1 കിക്സ് റൺ. ബ്രെയിനുള്ള ഫാൻസും ഉണ്ട്. ഒരാവശ്യമില്ല. നീ നിന്റെ സൈഡ് ക്ലിയർ ആക്കിയിട്ട് നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് നിന്റെ കാര്യം നോക്കുക. അല്ലാണ്ട് അതായത് വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എക്സ്പ്ലെയിൻ ഗെയിമിംഗ്, താങ്ക് യു ബ്രോ. ലിങ്ക് ഉണ്ടോ? ഇവന്റെ വൈറ്റി ലിങ്ക് ഞാൻ ഇപ്പൊ ഇട്ടുതരാം. വൈറ്റി ലിങ്ക് ഇട്ടുതരാം. ഇവിടെ റീസണൊക്കെ ഓൾറെഡി പറഞ്ഞ്, എത്ര പേർക്ക് അത് ശരിയായിട്ട് തോന്നുന്നു അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ് പറഞ്ഞത്. ബാക്കിയൊക്കെ തെറി വിളിക്കാനുള്ളവരൊക്കെ വന്ന് വിളിച്ചോ, എൻ്റെ റിക്വസ്റ്റിൽ എപ്പോഴും കാണും ആ തെറി വിളി, വേറെ ഒന്നും ഇല്ല. എടാ നിന്റെ ചാറ്റിലേ നീ കുറച്ച് മോഡറേറ്റേഴ്സിനെ ഇതാക്കിയടാ. ഞാൻ പറയാൻ വന്നാ, ഇത് ഇവിടെ അറിയണ പയ്യന്മാരുണ്ട് മോഡറേറ്റേഴ്സ് ആക്കടാ, ഇറ്റാച്ചിന്റെ ആയിട്ടുള്ള. മെസ്സേജ് അത് കമന്റ് ഇട്, എന്നിട്ട് മോഡറേറ്റർ മോഡറേറ്റർ ആക്കി സ്കൈഡാർക്സ് ഗെയിം. സ്കൈഡാർക്സ് ഉണ്ടാവും, സൗൾ ഗെയിമിംഗ് ഉണ്ട്, പിന്നെ അഷ്ഫാൽ ബ്രോ ഉണ്ട്, വിഫർ ഉണ്ട്, സെഫയർ ഉണ്ട് ചാറ്റില്. ഇവർക്കൊക്കെ മോഡറേറ്റർ റോൾ കൊടുക്കുക. ഒരു സെക്കൻഡ്. മോഡ് ഓണല്ലേടാ ചാറ്റില്? ഓണാണ്, മോഡ് ഓണാണ്. 35 എന്നാലും സ്ലോ മോഡ് ഓണാണെങ്കിലും ശരിയാട്ടാ, നല്ല സ്ലോ മോഡ് ഉണ്ട്. 35 സെക്കൻഡ് എന്തോ ഉണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ ഒരു മിനിറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ. സബ്സ്ക്രൈബർ ഉള്ളി ഇതല്ലടാ തോന്നുന്നു. അല്ലെങ്കിൽ സബ്സ്ക്രൈബർ ഉള്ളി ആക്ക്, എന്നിട്ട് അരമണിക്കൂർ കണ്ടാലേ കമന്റ് ഇടാൻ പറ്റത്തുള്ളൂ എന്നാക്ക്. അപ്പൊ പുതിയ അല്ല, അത് അക്കൗണ്ടുകൾ നമ്മള് വഴിയൊക്കെ ആൾക്കാര് അയ്യോ, താരുടെ കമന്റ്, സ്കൈ ഡാർക്സിന്റെ മെസ്സേജ്. ഞാൻ ഒരു വ്യക്തിയാണ്. നിനക്ക് പിന്നെ അറിയാത്ത മോഡ്സ് ആരെയൊക്കെ ഉണ്ടെങ്കിലേ അവര് റിമൂവ് ആക്കിയിട്ട് അറിയുന്ന മോഡ്സിനെ ഇടുക. അതായത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മോഡറേറ്റേഴ്സ്, പഴയ മോഡറേറ്റേഴ്സ് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കീപ്പ് ചെയ്തോ. അതല്ലാണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് ചില ഇപ്പൊ ഇതിന്റെ മോഡറേറ്റേഴ്സ് ആരും മാനേജ് പോലും ചെയ്യാൻ നിൽക്കുന്നില്ല. മനസ്സിലായില്ലേ? അല്ല, ഞാൻ പിന്നെ പറഞ്ഞായിരുന്നു, ഇപ്പൊ ഉള്ളടത്തും പറഞ്ഞു ഒന്നും ഇടണ്ട എന്ന് പറയാനുള്ളതൊക്കെ പറഞ്ഞോട്ടെ പറയുന്നത്. എത്ര ഇത് പറഞ്ഞ ഡിലീറ്റ് ആക്കുന്നെന്ന് ഇതിന്റെ ഇടയിൽ. ഇല്ല, ഡിലീറ്റ് ആക്കിയാലെങ്കിലും മറ്റേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിട്ടാ, വേറെ ഒന്നുമില്ല. 2 ദിവസം കാണും ഈ തെറി, പിന്നെ അങ്ങ് പൊക്കോളും. റിമൂവ് പ്ലീസ് മറ്റേ റിമൂവ് പ്ലീസ് എന്ന് പറഞ്ഞ എക്സ്പ്ലൈഡ് വൈറ്റിനൊക്കെ റിമൂവ് ചെയ്തോടാ. അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡൗൺ ആകണ്ട, ശരിയാകും. അല്ല, മാറിയില്ല. നിങ്ങളോടൊരു കാര്യം പറയാം. വേറെ ഒന്നുമല്ല, ഇത്ര ലൈവ് കാണുന്നവരുടെ ഒരു കാര്യം പറയണം. ഈ ഫെയിമും വണ്ടിക്കും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ടി വി വന്നതെന്നുണ്ടെങ്കിൽ വന്നു കയറിയ ദിവസം തൊട്ട് എനിക്ക് സ്ട്രീം ചെയ്യാം. ഞാൻ ഏകദേശം 6 മാസത്തിന് മുകളിൽ ടി വി കയറി 6 മാസം 8 മാസത്തോളം ഞാൻ സ്ട്രീം ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഈഗിൾ എന്നെ വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്ട്രീം ചെയ്യാൻ പോലും തുടങ്ങിയത്. മനസ്സിലായോ? എന്നോട് ഈഗിൾ കുറേ വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്ട്രീം പോലും ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഫെയിം കണ്ടി എന്ന് എനിക്കറിയാം, ഇത് തന്നെ പറയുമെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്ട്രീം ചെയ്യാതിരുന്നത്.
അപ്പോൾ ഈ വെഹിക്കിൾ ആപ്ലിക്കേഷൻ തരുന്നത് പ്രശ്നമേ ഉള്ളൂ. ഇപ്പം അത് വിട്, ഫെയിമും പറയുമൊന്നുമില്ല. മോട്ടറോള് ചോദിക്കുന്നു എന്നെ മോഡാക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തുവാ കഴിഞ്ഞില്ലേ? ആ. നീ ഇവന്മാരുടെ കരച്ചിൽ നിർത്തണമെങ്കിൽ ഒരു വഴി കൂടെ ഉണ്ട്, വേണോ? നമ്മുടെ മോഡ്സ് ഗ്രൂപ്പ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നിന്നെ ആഡ് ആക്കാതില്. ചേച്ചി എന്നെ ആദ്യം മോഡറേറ്റർ നോക്കിയിട്ട് നീ ആക്കുമെന്ന് add ചോദിക്കുന്നു. ആക്കിയത്. ഞാൻ അപ്പുറത്ത് ചോദിക്കണേ, എന്റെ ചാറ്റി വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇന്ന് ഇത്ര വരെ മതിയടാ നമുക്ക് ഇനി കുറച്ച് മതി അത് മതി, ഉം. അത്ര പേരൊക്കെ മതി. കൺട്രോൾ ചെയ്യും. ഇവന്മാരുടെ കരച്ചിൽ നിർത്താൻ ഒരു വഴിയുണ്ട്, വേണോ? പക്ഷെ പവർ ഗെയിമിംഗ് ആയി പോകും. വേണ്ട. നീ അതും കൂടെ അങ്ങനത്തെ ഒരു കരച്ചിൽ കൂടെ കേൾക്കാൻ വയ്യപ്പോ. പക്ഷെ ആ കരച്ചില് പിന്നെ മൊത്തം ഇവന്റെ അല്ല. അടുത്തേക്ക് തിരിയില്ല, അപ്പാപ്പന്റെ അടുത്തേക്ക് തിരിയും. അത് ശരിയാ. ഇവന്മാര് ഇവിടെ വന്ന് കരയുന്ന സമയത്ത് ഇവന്മാർക്ക് മനസ്സിലാത്ത കാര്യം, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറിവിളി കേൾക്കാൻ പോകുന്നതും എല്ലാം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായോ? അതെ, അത് മനസ്സിലാക്കുക. ഞാൻ ആദ്യം തൊട്ട് പറയണത്. നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കിട്ടാൻ പോണത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളിക്കുന്ന പ്ലെയേഴ്സിനായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ ചേട്ടന്മാര് മോണിറ്ററിംഗ് പീരീഡിലാണ്, ഗ്യാങ് പോലും ആയിട്ടില്ല. മനസ്സിലായോ? മോണിറ്ററിംഗ് ഒക്കെ കാണിച്ച് ആക്ടിവിറ്റി ഒക്കെ കാണിച്ചാലേ ഗ്യാങ് ആകത്തുള്ളൂ കേട്ടോ. അതൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. വായത് വരുന്ന ഓരോ വാക്കിന് മുന്നേ അതൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. വെറുതെ പറഞ്ഞത്. ചുമ്മാ പറഞ്ഞ അപ്പാപ്പ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പാപ്പൻ പാവം. എടാ നിങ്ങളുടെയൊക്കെ ഈ പറയുന്ന ലീഡർ തലപ്പത്തിരിക്കുന്ന പല ആൾക്കാരോട് എനിക്ക് പേഴ്സണലി നല്ല ബന്ധമുണ്ട്. ഓക്കെ, സ്ലോ മോഡാണ്. ടോബി ഹേടാ കോള് വരുന്നടാ. ഓക്കെ എന്നെ കൂടെ ഫ്ലിക്കും ഉണ്ട്. പിന്നെ അലക്സേ, വേറൊരു കേസ് ഞാൻ പറയാം. ഹൈ. അതായത് നിനക്ക് മറ്റേ ഹെയ്റ്റ് കമന്റ്സ് വരും. ഇപ്പൊ 2-3 ദിവസത്തേക്ക് നിനക്ക് എന്തായാലും ഈ ഹെയ്റ്റ് കമന്റ്സ് ഒക്കെ വരും. അപ്പൊ നീ അത് ഫോക്കസ് ചെയ്യണ്ട, മനസ്സിലായോ? നീ അതിന് റിപ്ലൈ കൊടുക്കാനേ സമയം കാണത്തുള്ളൂ നിനക്ക്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതെല്ലാം അങ്ങ് അണഞ്ഞോളും, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നിന്റെ ലൈവ് നീ നോക്കിയാ മതി. ഹൈറ്റായിട്ട് ഗ്യാപ്പിൽ അപ്പാപ്പ ഇത് പറഞ്ഞ് കോളിൽ പോയപ്പോഴേക്കും അപ്പാപ്പിനുള്ളത് അവിടെ കമന്റ് പോയടാ, കമന്റ് പക്ഷേ കാണാൻ പറ്റില്ല. തെറിവിളിയൊക്കെ തുടങ്ങി. ഞാൻ അവിടെ ചാനൽ തപ്പെടുക്കാനായിരുന്നു. അലക്സ് ഡുവോർ ALEXDUVOR അങ്ങനെ അടിച്ചാൽ മതി, എപ്പോ വരും. ഒരു കടി തരും. പിന്നെ അതുവരെ ഹൈഡാ അപ്പാപ്പനെ അതെന്റെ സൂപ്പർ. അപ്പാപ്പനെ മോഡിഷ്യം ചെയ്യുന്ന ഞാൻ കണ്ടില്ലല്ലോ. ഗാങ് ആവട്ടെ എന്നിട്ട് വേണം. എടാ അപ്പാപ്പ ചുമ്മാ എടാ ഞാനത് തമാശക്ക് പറഞ്ഞു. അതുപോലും മനസ്സിലാവാത്തത്, അതുപോലും മനസ്സിലാവില്ലേ ഇവന്മാർക്ക്? ഇത് മനസ്സിലാണോ? അവന്മാര് തെറിയൊക്കെ വിളിച്ചു തുടങ്ങി, മനസ്സിലായി? അപ്പൊ ആലോചിച്ച് നോക്കുക, അവരുടെ ആ ഒരു എന്താ പറയാ തിങ്കിങ് രീതി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. സിമ്പിളാണ്. നിങ്ങളുടെ ഈ പറയുന്ന അതിന്റെ ലീഡറായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ സംസാരിച്ച് ഞാൻ കാര്യം പറഞ്ഞതാണ്. ഇപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്ക്. അല്ലാതെ ചെറുക്കെ ഈ പറയുന്ന പോലെ സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആർക്കാണേലും ഒരു പോക്സോയോ അല്ലെങ്കിൽ ഡ്രഗ് കേസോ ഉള്ളൊരു ഗ്യാങ്ങിൽ കളിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അത് പലരും പറയാത്തതായിരിക്കും. ചിലപ്പോൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പകുതി പേരും ഇറങ്ങി പോകുമായിരിക്കും. കാരണം എല്ലാവരുടെയും വീട്ടിൽ അറിയുന്നൊരു കാര്യമാണ്, കേരളം മൊത്തം അറിഞ്ഞൊരു കാര്യമാണ്. എന്നിട്ടും അതിനെയൊക്കെ താങ്ങി പിടിച്ച് സപ്പോർട്ട് ചെയ്ത് നിന്നെയൊക്കെ വേണം പറയാൻ. എടാ ഉളുപ്പില്ലടാ നിനക്കൊക്കെ, തൊലിക്കട്ടി ഭയങ്കര അപാരം തന്നെ കേട്ടോ. കുറച്ചെങ്കിലും ഉളുപ്പ്. നീ ഒന്നും ഇവിടെ വന്ന് ഇവനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. തെറി വിളിക്കാതെ നിന്റെ പണിയെ നോക്കി പോ. അവിടെ പോയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്ക്. ചെല്ല്, അവരിപ്പം മൊത്തത്തിൽ ഡൗൺ ആയി നിൽക്കുന്ന സമയമാണ്. അപ്പൊ അവരെ പോയി അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്ക്. അല്ലാതെ ഇവിടെ കിടന്ന് നീ ഒന്നും കരുതിട്ട് ഒരു കാര്യമില്ല. അത് മനസ്സിലാക്ക്. നിങ്ങളൊക്കെ ഇവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ മറ്റേ ആ ഗ്യാങ് ഉണ്ടല്ലോ CR7 അപ്പാവാൻ പോണില്ല. സോറി ക്ഷമിക്കണം. അവരുടെ ഗ്രൂപ്പ് ഇളകിയെന്ന് കേട്ടെ. ചേച്ചി ക്ഷമിക്കണം ഗൈസ്, CR7 അല്ല RC7. തൊപ്പി ഫാൻ ഇല്ല മൈരാന്ന്. നീ തൊപ്പിയുടെ ഫാനല്ലേ, പിന്നെ ആരുടെ ഫാനാ മൈര? നീ
ഇവിടെ ഒന്ന് നീ കുറയ്ക്കുമല്ലേ നീ? ഇത് നിന്റെ അച്ഛനാണോ അപ്പ- ഇതിന്റെ ഓണർ? അപ്പ ചൂട് വേണ്ട 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 വേണ്ട, സോറി ഗൈസ്, ഫാമിലി ഫ്രണ്ട്ലി, അപ്പ കൊല്ലം ഫാമിലി ഫ്രണ്ട്ലി, ഫാമിലി ഫ്രണ്ട്ലി. സോറി ബ്രോ, ബ്രോയുടെ ഫാദർ ആണോ ഈ ഗ്യാങ്ങിന്റെ ഓണർ? അപ്പ ചൂടായിട്ട് റാവോ, നീ എന്റെ ലൈവ് ആണണ്ണേ. ഇന്നലെ നമ്മൾ കുറെ ആയി കൂടെ കൂടിയിട്ടെന്നോ? ടോപ്പ് മെട്രിക്സ് എനിക്ക് മനസ്സിലാവില്ല എന്താ ഉദ്ദേശിച്ചത്. കൂടെ കൂടി നിക്ക്. പോർച്ചുഗൽ എന്താ? ഗ്രൂപ്പിലെത്തി ക്ലിപ്പ് ചാറ്റ് പ്രശ്നമായി ഇറ്റാച്ചിനെ കൊണ്ടുപോയി. ഇല്ല ഞാൻ ഉദ്ദേശിച്ചത് CR7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഗ്യാങ് ആണ് RC7. അത് എനിക്ക് വായിൽ വരുന്ന CR7 ആണ്, വേറൊന്നുമല്ല. അല്ലാണ്ട് ഞാൻ അങ്ങനെ എന്താ പറയാ, ഞാൻ റൊണാൾഡോ ഹേറ്റർ അല്ല guys. ഞാൻ റൊണാൾഡോ ഫാനാണ്, മനസ്സിലായോ? അത്ര ഇറ്റാച്ച് ചെയ്ത ഡബ്ല്യൂ ചുമ്മാ ഹേറ്റർ കോപ്പാണ് ഫാനൊന്നുമല്ല, ഞാൻ നെയ്മർ ഫാനാണ്. കണ്ടില്ലേ പറഞ്ഞിട്ടില്ലേ? കാലി പറയാ പറ്റേക്ക്. ഒരു കോൾ വരുന്നടാ. ഷെയ്ക്ക് ആദ്യം KV മുമ്പിച്ച്, എന്നിട്ട് MRC ഡൗൺ ആയപ്പോ അവരെ മുമ്പിച്ച്. അതൊന്നും അമ്മയ്ക്കൊന്നും പറയില്ല. അല്ലടാ, അപ്പാപ്പ ഓൾറെഡി പറഞ്ഞത് വളരെ, അതായത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് KV എന്ന് മാലിക്ക് വന്നപ്പോ ലൈക്ക് എന്താ പറയാ, KVയിലെ ആൾക്കാര് അതായത് ഹെയ്റ്റ് കൊടുക്കുമ്പോ എന്തൊക്കെയാ പറഞ്ഞു, ഇങ്ങനെ ഹെയ്റ്റ് കൊടുക്കില്ലേ എന്ന് പറഞ്ഞിട്ട് MRCയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നല്ലോ, മനസ്സിലായില്ലേ? ഇറ്റാച്ചി പറഞ്ഞിട്ട് എന്റെ ചാറ്റ് ഇപ്പൊ ഫുൾ പ്രശ്നമായി കേട്ടാ. ഇറ്റാച്ചി കുറെ നേരം നമ്മുടെ അണ്ണനെ പറയാൻ നിർത്താൻ പറഞ്ഞു. ഇതെന്താ എടാ നിങ്ങൾക്ക് ഇത് ഇത്തിരിയെങ്കിലും ആലോചിച്ചൂടാ, ഞാൻ റൊണാൾഡോനെ കുറിച്ചല്ല പറയണേന്ന്. പക്ഷേ ഇറ്റാച്ചി അത് അണ്ണനെ അലക്സിന്റെ ചാറ്റിൽ പറഞ്ഞു റൊണാൾഡോയ്ക്ക് കപ്പില്ല, MRCക്ക് ബ്രെയിനും ഇല്ലെന്ന്. അളെ ഇതൊന്നും ഞാൻ പറഞ്ഞല്ല കേട്ടാ, ഇത് ചാറ്റിൽ പറയണേ. ഞാൻ അല്ലല്ലല്ല, അല്ലേ അതെ അതെ അതെ. വല്ലവന്റെ ബോക്സ് ഡ്രഗ് മുമ്പ് വരെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കണം. ഉണ്ടായിരുന്നു നീയൊക്കെ അത് കാണത്. വേണ്ട, ഒരുത്തരൊന്നും പറയല്ലടാ, പറയടാ, വാതറടാ നീയൊക്കെ. തീർന്നോ നിന്റെ ഒക്കെ കിഴ? അലക്സ് എന്താ അതിന് മാത്രം നിനക്കൊന്നും ഉത്തരവില്ലേ പറയാൻ? അതിന് മാത്രം ഉത്തരവില്ല, ന്യായീകരിക്കാനൊന്നുമില്ല നിനക്കൊന്നും. പറയാനുള്ള വേറെ ഒന്നും പറയുന്നില്ലേ? എടാ നീ പറയടാ അലക്സ്, നിനക്ക് എന്താ പറയാനുള്ള പറഞ്ഞു? ഇവരെന്താ പറയുന്നത് നോക്കട്ടെ, നീ പറഞ്ഞേ. നിനക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞിട്ട്, അതായത് ഇനി നീ MRCനെ കുറിച്ച് ഇവിടെ പറയാൻ പാടില്ല. ഇതോടെ ഈ ലൈവില് പറഞ്ഞു ഇത് തീർക്കണം. അടുത്ത ലൈവിൽ ഇനി നിനക്ക് വേറൊരു സംസാരം ഉണ്ടാവാൻ പാടില്ല ഈ ടോപ്പിക്കിൽ, മനസ്സിലായില്ലേ? അത്ര അലക്സ്, എടാ നിനക്ക് എന്തൊക്കെ പറയാനുണ്ടോ, ഇവരുടെ എന്തൊക്കെ ക്ലാരിഫൈ ഉണ്ടോ നിനക്ക് എല്ലാം ഈ ലൈവ് തീർക്കുക. അവരാധിച്ചോ, ഒരു ഇല്ല, കുഴപ്പമില്ല. അപരാധിക്കാനൊന്നും ഇല്ല, ഒന്നും ഇല്ലടാ. സി, ഞാനൊരു കാര്യം പറയാം. ഇവനോട് സംസാരിച്ച് വെച്ചിട്ട് ഇവൻ ഓൾറെഡി പറഞ്ഞു ഇവന് ആ ഗ്യാങ്ങിനോട് നല്ല രീതിയിൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇവന് ആക്ച്വലി ആ ഗ്യാങ്ങിനോട് എല്ലാവരോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഷെയ്ക്കിന് എല്ലാവരും ഭയങ്കര കാര്യമാണ് ഇവന്. പക്ഷേ ഇവന്റെ വീട്ടിലെ സമ്മർദ്ദവും പല പ്രശ്നങ്ങളും പല കാരണങ്ങളും കൊണ്ടാണ് അവൻ അവിടുന്ന് മാറേണ്ടി വന്നത്, മനസ്സിലായോ? അത് മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധി ഇല്ലാത്തവന്മാർ ഇവിടെ ഒന്നുകിൽ ലൈവ് കാണാതിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ തെറി പറയാതിരിക്കുക. തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും തെറി പറയാൻ അറിയാത്തതുകൊണ്ടല്ല ബ്രോ, അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ആർക്കും എന്താ പറയുക, തെറി പറയാൻ അറിയാത്തതുകൊണ്ടല്ല. ഇവിടെ ഞാൻ വേറൊരെണ്ണം കണ്ടായിരുന്നു, ഞാൻ അത് പറയാൻ മറന്നുപോയി. എന്തായിരുന്നു തെറി പറയുന്നത്? എന്തായിരുന്നു ഒരുമാതിരി എന്താ വളർത്തു ദോഷം എന്നുള്ള രീതിയിലാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തെറി പറയുന്നത് വളർത്തു ദോഷം കൊണ്ടല്ല. ഈ തെറി പലരും നമ്മൾ പഠിക്കുന്നത് പല കാര്യങ്ങൾ കൊണ്ടാണ് പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് പഠിച്ചത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതേപോലെ പല ഡാഡിലെസ് ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്നത് കമന്റ് ഇടുമ്പം എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൊട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്, നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. സത്യം പറഞ്ഞ സത്യം, ആരും വേണമെന്ന് വെച്ച് തെറി പറയുമോ? ചുമ്മാ ലൈവ് നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്, നല്ല സ്മൂത്ത് ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുമ്പോൾ എന്തിനാണ് തെറി പറയുന്നത്? ആരും പറയത്തില്ല. ഷെയ്ക്ക് ATB Alex, don't spread hate guys. He chose another good opportunity due to his personal issue. Yes. അതാണ് അവർക്ക് ആ കാര്യം മനസ്സിലായി. അപ്പൊ അത് ഈ പറഞ്ഞ ഓഡിയൻസിനും അത് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. പ്രശ്നം തീർക്കാൻ വന്ന ഇറ്റാച്ചി ഇപ്പൊ പ്രശ്നമാണ്. ഞാൻ ഇന്നലെ ഷെയ്ഖിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ഷെയ്ഖിനോട് പറഞ്ഞൊരു കാര്യമാണ്, ഷെയ്ഖെ ഇതെല്ലാം പാർട്ട് ഓഫ് ഇതാണ്, ലൈഫാണ്, മനസ്സിലായോ? ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തവരൊക്കെ ചിലപ്പോൾ നമ്മളെ വിട്ട് പോകും. അത് ഓർത്ത് വിഷമിച്ചിരിക്കാനാണെങ്കിൽ വിഷമിച്ചിരിക്കാൻ മാത്രമേ സമയം കാണത്തുള്ളൂ എന്ന് ഞാൻ ഷെയ്ഖിനോട് പറഞ്ഞാൽ. അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുക, അടുത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. സിമ്പിളാണ്. അത് ഓൾറെഡി പറഞ്ഞാണ്, അത് നിങ്ങളുടെ ഓഡിയൻസോട് വേണ്ടി പറയുന്ന കാര്യമാണ്.
ഒരു കാര്യം ചെയ്യൂ അലക്സേ മോനെ, ഓ നിനക്ക് ഇനി സമാധാനമായി. ഇപ്പം എല്ലാവരും ഒന്ന് ശാന്തമായിട്ടുണ്ട്. ഉം. ഇനി നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു വട്ടം കൂടെ പറയുക, എല്ലാം പറഞ്ഞു തീർക്കുക ഈ ഒറ്റ വട്ടം പറയുമ്പോൾ. പറഞ്ഞിട്ട് ഈ സംഭവം അവസാനിപ്പിക്കുക, മനസ്സിലായോ? അത് കഴിഞ്ഞ് RP കയറുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. പിന്നെ ഒരു ലൈവിൽ ഇതിനെപ്പറ്റി സംസാരിക്കരുത് കേട്ടോ. ഇല്ലില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു. സംസാരിക്കാൻ വയ്യ സത്യം പറഞ്ഞു. മൊത്തം ഉം, പറഞ്ഞു. പിന്നെ ലീവ് കുഴപ്പമില്ലടാ. ചെയ്ത് നീ ആ. നീ അപ്പൊ നിന്റെ നീ എന്നാ അടുത്ത നിന്റെ കാ- അടുത്ത പരിപാടി നിനക്ക് നോക്ക്. ഗെയിം കളിക്കണമെങ്കിൽ ഗെയിം കളിക്കുക, പരിപാടി അല്ലെങ്കിൽ നോക്ക്. എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി. തീരൊന്നുമില്ല. നീ എങ്കിൽ Carpet സിറ്റി ആടാ. കയറിയിട്ട് സിറ്റി കയറുന്നെങ്കിൽ സിറ്റി കയറ്, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളിക്കുന്നെങ്കിൽ വേറെ എന്തെങ്കിലും കളിക്ക്. ഈ ടോപ്പിക്ക് ഇനി നിങ്ങൾക്ക് ഇനി എന്താണ് കാരണം എന്ന് ഒന്നും കൂടെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി. അവൻ ഓൾറെഡി എല്ലാ കാര്യവും A to Z എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മാസ് ഇറ്റാച്ചി ഒരു തെറിപ്പ് കയറിയ എന്തൊക്കെയാടാ നിന്റെ ചാറ്റിൽ എന്തിനാ എന്നെ പറയണത്? നീ ടൈപ്പ് എന്തിനാ ഇറ്റാച്ചി എന്ന് പറഞ്ഞിട്ട് നീ CR7 പറഞ്ഞില്ലേ CR7 പറഞ്ഞു പിന്നെ പിള്ളേർ ഇത് വിട്ടിരിക്കും. ഗായ്സ്, അല്ല, നിങ്ങൾ ചാറ്റ് ഇടുന്നത് hate അല്ല. ചാറ്റ് ഡിലീറ്റ് പറയുന്നത് ആവുന്നത് അത് type AI മോഡാണ് ഇറ്റാച്ചി ഡിലീറ്റ് എന്ന് ചെയ്യുന്നത്, പറഞ്ഞിട്ട് നമ്മളല്ല. AI മോഡ് എന്തോ ഡിലീറ്റ് ചെയ്തേ, ആ, ഡിലീറ്റഡ്. കുഴപ്പമില്ല, അത് VH വിട്. റിജക്റ്റ് ഞാൻ ആയോ? ഇല്ലില്ല, ആരും റിജക്റ്റ് ആയിട്ടില്ല ഗൈസ്. ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോ പറഞ്ഞത് തമാശക്കാണ്. അതിന്റെ പേര് ആരും റിജക്ട് ചെയ്യത്തില്ല. അവർ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്, അവർ എടാ, അലക്സേ, ആപ്ലിക്കേഷൻ അവർ ആൾക്കാരൊക്കെ ആക്ടിവിറ്റി നിന്റെ കാണിച്ച് അവർ POV ചോദിക്കുന്നു. മനസ്സിലായോ? മറ്റേ നീ വെടിവെച്ച POVയും അതെല്ലാം കാണിച്ചിട്ട് എനിക്ക് നീ തന്നെ അതായത് BLC എല്ലാം മറ്റേ വിട്ടത് ആ content റീസൺ ആയിട്ടൊക്കെ കൊണ്ടാണ്, വന്ന് വീട്ടിൽ ഇരിപ്പുണ്ട്. പ്രശ്നം കൊണ്ട്. ഞാൻ അതുപോലും video മനസ്സിലാക്കാതെ എടുക്കുന്ന BLC content ബ്രെയിൻഡെഡ് ഫാൻസ്. ഒന്നും അങ്ങനെ എടുത്ത് വെച്ചിട്ടില്ല സേവ് ചെയ്ത് കാണിക്കാനൊന്നും. അല്ലാത്ത എന്തെങ്കിലും സിറ്റുവേഷനിൽ നിന്റെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കുക, അല്ലെങ്കിൽ നിന്റെ കണ്ടന്റ് ആണെങ്കിൽ കണ്ടന്റ് കാണിക്കുക. എന്നിട്ട് നിനക്ക് game ഞാൻ കളിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഇത് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ പോലെ വന്നത്. ഇത് എന്നാലും ഇപ്പൊ ഞാൻ ഇപ്പൊ നിർത്തും. അത് കഴിഞ്ഞ് നാളെ ആ, മറ്റന്നാളെ okay. വരാം, ഞാൻ ദയവായിട്ട് വരാമല്ലോ. വിളി തന്നെ എന്റെ ആ, നാട്ടിലേക്ക് ഒരു കുറെ തല്ല് കേസ് ഉണ്ടെന്ന്. POവിന്റെ കാണിക്കാണ്ട് കാണിച്ച് നിർത്തിക്കോ. എടാ ഓക്കെ നടക്കട്ടെ. ഞാൻ മ്യൂട്ട് Okay. ചെയ്യണേ. നടക്കട്ടാ. നീ 1K ബാക്കി എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കി എന്താ വെച്ചാൽ ചെയ്യുക കേട്ടാ. ഞാൻ Okay. സെറ്റി കാണും. ഇറങ്ങുന്നടാ ഞാൻ. Okay, 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 okay. okay. അവര് ബാക്കി എന്താ വെച്ചാൽ സംസാരിക്കട്ടെ ഗൈസ്.